അങ്ങനെ നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. 30 ദിവസത്തേക്കാണ് ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാമെന്ന് നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. ജനുവരി 1 തൊട്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. പുതിയൊരു വർഷമാണ്, പുതിയൊരു തുടക്കമാവട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം നമുക്ക് വേണം അല്ലേ. ശാരീരികമായിട്ടായിക്കോട്ടെ, മാനസികമായിട്ടായിക്കോട്ടെ, വി ഹാവ് ടു ചേഞ്ച്. അപ്പം നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനുള്ള ഒരു ചെറിയ പരീക്ഷണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ശ്രമമാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വെയിറ്റ് ലോസ് ജേർണിയിൽ ആരൊക്കെ എൻ്റെ കൂടെ കൂടുന്നു എന്ന് ചോദിച്ചിട്ട്. ഞാൻ പ്രതീക്ഷിക്കാത്ത അത്രയും ആൾക്കാർ അതിനിടയിൽ ഞാനും ഉണ്ട് ചേച്ചി, ഞങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. ബിക്കോസ് നമ്മുടെ ലൈഫിലൊരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിച്ച് നിങ്ങളുടെ ഇൻപുട്ട് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലതാണല്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തുടങ്ങുക എന്നുള്ളത്. അപ്പം അതിനുള്ള ഒരു നിങ്ങളുടെ ഇൻപുട്ടിനുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം, ഞാൻ തംബ്നെയിൽ വെയിറ്റ് ലോസ് ചലഞ്ച് എന്നാണ് പോസ്റ്റ് ചെയ്തതെങ്കിലും ആക്ച്വലി എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വെറും ഒരു വെയിറ്റ് ലോസ് ചെയ്യുക എന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണ് മാറ്റം വരുത്തേണ്ടത്. അൺഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കൂടുന്നതും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതും ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നതും എല്ലാം, നമ്മൾ ഉറക്കക്കുറവ്, അങ്ങനെ പല 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 പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ലോസ് എന്ന് പറയുന്നതുണ്ടല്ലോ, ആക്ച്വലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ഹെൽത്തി ആവുമ്പം കിട്ടുന്ന വൺ ഓഫ് ദ ബോണസസിൽ ഒന്നാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. വെയിറ്റ് ലോസ് പോലെ തന്നെ വേറെയും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ഹെൽത്തി ആക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള സന്തോഷമാണ്. മാനസികമായിട്ട് വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും, സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, എന്തും നേടിയെടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം വരിക. അതൊക്കെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകുന്നൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, പല രോഗങ്ങളും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ലൈഫ് സ്റ്റൈൽ ഒന്ന് ഹെൽത്തി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഹെൽത്തിയാണ് അല്ലേ. നമ്മൾ ഹെൽത്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത്, നമ്മൾ അടിപൊളിയല്ലേ. അപ്പം വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഒന്ന് ഹെൽത്തി ആക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. അതിൻ്റെ താഴെ 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 വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതും. അപ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യവും അതാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. വെയിറ്റ് കുറച്ചത് കൊണ്ട് മാത്രം നമ്മൾ ഹാപ്പി ആവണമെന്നില്ല. വെയിറ്റ് കുറച്ച് എത്രയോ പേര് രോഗങ്ങൾക്ക് കീഴ്പ്പെടുന്നുണ്ട്, എത്രയോ പേര് സന്തോഷമില്ലാതെ ജീവിക്കുന്നുണ്ട്. അപ്പം വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫൈനൽ ഗോളാക്കി വെക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈലാണൊന്ന് മാറ്റിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്, എൻ്റെ പേര് ആര്യ എന്നാണ്. 98 കിലോ ഉള്ളപ്പോഴാണ് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 വർഷം അതിയായി ശ്രമിച്ചിട്ടും എനിക്ക് വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് എൻ്റെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് ഞാൻ മാറിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എനിക്കൊരു 15 കിലോയോളം കുറയ്ക്കാൻ പറ്റി. മാനസികമായിട്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇപ്പം. അപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പം ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. 30 ദിവസത്തേക്കും ഞാൻ ഓരോ ചെറിയ ചെറിയ വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്താണ് കഴിക്കുന്നത്, എത്ര ലിറ്റർ വെള്ളം കുടിച്ചു, എൻ്റെ ഓരോ ദിവസത്തെയും വെയിറ്റ് കാര്യങ്ങൾ, എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 30 മിനിറ്റെങ്കിലും നമുക്ക് എക്സസൈസ് ചെയ്യണം, ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഈ വീഡിയോയിലും അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിലെനിക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറ്റ്, എൻ്റെ ഡയറ്റും നിങ്ങളുടെ ഡയറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളിൽ ചിലപ്പോൾ വെജിറ്റേറിയൻസ് ഉണ്ടാവാം, നോൺ വെജിറ്റേറിയൻസ് ആയിരിക്കാം. ഞാനൊരു നോൺ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഡയറ്റിൽ ചിക്കനും ഫിഷും ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ എന്താണോ കഴിക്കുന്നത്, ഞാൻ മുൻപുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താണോ കഴിക്കുന്നത് അത് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഹെൽത്തി ആയിട്ട് ഞാൻ കഴിക്കുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ ഡയറ്റിലും നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. ജനറലായിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതും കഴിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്.
ഒരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യം അതുപോലെ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ബോഡിക്ക് വേണ്ട കാര്യമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് വേണ്ടത്. ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്കും അത് അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ ബോഡിക്ക് വേണ്ടത് എന്താണെന്നുള്ളത്. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ഡയറ്റിൽ ചെറിയ മാറ്റങ്ങളും ഹെൽത്തി ആയിട്ടുള്ള രീതിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യുക. ഞാൻ കാനഡയിലായതുകൊണ്ട് നമ്മളുടെ ഇടയിലുള്ള ടൈമിങ്സ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോഴല്ല വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഇന്ത്യയിൽ നിന്നാണ് എന്നെ കാണുന്നത്, അതുപോലെ തന്നെ UAE-യിലുമുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ജനുവരി 1-ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, പക്ഷെ ഞാൻ ഡിസംബർ 31-ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ മാത്രമേ ജനുവരി 1-ന് നിങ്ങൾക്ക് വീഡിയോ കിട്ടുള്ളൂ. അതായത് നിങ്ങൾക്ക് തിങ്കളാഴ്ചയാണെങ്കിൽ, ഇന്ത്യൻ ടൈമാണ് പറയുന്നത്, നിങ്ങൾക്ക് തിങ്കളാഴ്ച രാവിലെ ആണെങ്കിൽ എനിക്കിവിടെ ഞായറാഴ്ച വൈകുന്നേരം ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജനുവരി 1-ന് വീഡിയോ അവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസംബർ 31-ന് ഓൾറെഡി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി 1-ലേക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം. അതാണ് നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് കേട്ടോ. ഇനി ഡയറ്റൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് വരുത്തുന്നതിന് മുമ്പ് ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം, എപ്പോഴും ഒരു ബ്ലഡ് ചെക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. 3 മാസം കൂടുമ്പം നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഒരു ബ്ലഡ് ചെക്കിന് എഴുതി വാങ്ങിയിട്ട് അത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും ഉണ്ടാവാൻ പോണില്ല. നമ്മുടെ ഷുഗർ, നമ്മുടെ പ്രഷർ, കൊളസ്ട്രോള്, പിന്നെ നമ്മുടെ തൈറോയ്ഡ് ലെവൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോസിൽ അത് റെക്കമെൻഡ് ചെയ്തതാണ്. ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അറിയണ്ടേ. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതുണ്ടാവും, നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു റൂട്ടീൻ ബ്ലഡ് ചെക്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു വെയിറ്റ് ലോസ് ചലഞ്ച് കൊണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോവാണ്. 1, ഷുഗർ കഴിക്കാൻ പാടില്ല കേട്ടോ. 30 ദിവസത്തേക്ക് നോ ഷുഗർ. പക്ഷേ എല്ലാവർക്കും അത് സാധിക്കണം എന്നില്ല. കാരണം ഇന്നലെ വരെ 2 സ്പൂൺ 3 സ്പൂൺ ഷുഗർ ഇട്ട് ചായ കുടിക്കുന്ന ഒരാൾക്ക് നാളെ തൊട്ട് ഷുഗർ ഇല്ലാതെ ചായ കുടിക്കുക എന്ന് പറയുന്നത് മെൻ്റലി ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത്, 3 സ്പൂണിന് പകരം 3 സ്പൂൺ ഇടുമെന്ന് എനിക്കറിയില്ല, 2 സ്പൂണിന് പകരം നിങ്ങളത് 1 സ്പൂണാക്കി കുറയ്ക്കുക. 1 സ്പൂൺ ഇടുന്ന ആൾക്കാരത് 1/2 സ്പൂണാക്കി കുറയ്ക്കുക. ഇനി ഷുഗർ ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ സൂപ്പർ, ടോട്ടലി അവോയ്ഡ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല കാര്യം കേട്ടോ. പക്ഷേ സ്ട്രെസ്സ് കൊടുക്കരുത് മൈൻഡിന്. അയ്യോ ഷുഗർ ഇട്ട് കുടിക്കുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ ഒരു സാധനമേ വേണ്ട നമുക്ക്. നമ്മൾ സ്ട്രെസ് ചെയ്ത് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ലൈഫാണ്. സോ നമ്മൾ തീരുമാനിക്കുന്നു. അപ്പം ഷുഗർ എന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ഒന്നും കൊണ്ട് തരാത്തൊരു കാര്യമാണ്. നാവിന് കിട്ടുന്ന ചെറിയൊരു സുഖം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കുറച്ച് കൊണ്ടുവരാം. ഇനി അടുത്തത് ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ള കാര്യമാണ് കേട്ടോ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ മറന്നു പോകരുത്, വെള്ളം കുടിക്കണം. 25 കിലോ ഉള്ളൊരു വ്യക്തി 1 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ കുടിക്കേണ്ടത്. 3-3.5 ലിറ്റർ മാക്സിമം. അതിൽ കൂടുതൽ കുടിക്കേണ്ട ആവശ്യം വരില്ല എന്ന് തോന്നുന്നു. എന്നാലും 3-3.5 ലിറ്റർ കുടിക്കുക. ചിലർ 60 കിലോ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 2.5-3 ലിറ്ററോളം കുടിക്കുക. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ചില ആൾക്കാർക്ക് ഒരുപാട് വെള്ളം കുടിക്കാൻ പറ്റാത്തവരുണ്ടാവും. അതായത് ഇപ്പോൾ കിഡ്നിക്ക് പ്രശ്നമുള്ളവർ, അല്ലെങ്കിൽ ബ്ലാഡറിന് പ്രശ്നമുള്ളവർ, അവർക്കൊക്കെ ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്, ഒരു റൂട്ടീൻ ബ്ലഡ് ചെക്ക് പോലെ. അപ്പോൾ വെള്ളം കുടിക്കാൻ മറക്കണ്ട. ഇനി അടുത്തത് ഈറ്റിംഗ് വിൻഡോ ആണ്. ഞാൻ മുൻപ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡിന്നർ നമ്മൾ മാക്സിമം നേരത്തെ ആക്കുക. ഞാൻ പറയുന്നത് ഒരു 6 മണിക്ക് കഴിക്കാനാണ്. പക്ഷേ എന്നാലും ഒരു 7 മണി വരെയൊക്കെ ഓക്കെയാണ്. 7 മണിക്ക് മുമ്പായിട്ട് മാക്സിമം ഡിന്നർ കഴിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പറ്റാത്തവർ ഇപ്പം 10 മണിക്കും 11 മണിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ടൈം കുറച്ച് കൊണ്ടുവരിക. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈമിൽ പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തുകയാണ്. നമ്മൾ 11 മണിക്ക് കഴിക്കുന്ന ഒരാൾ 10 മണിക്ക് കഴിക്കൂ. അങ്ങനെ കുറച്ച് നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് IF ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് കേൾക്കുന്ന ഒരാൾക്ക് അതൊരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല. കുറച്ചധികം പറയാനുണ്ട് അതിനെക്കുറിച്ച്. ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അപ്പം IF ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അതായിരിക്കും ഫോളോ ചെയ്യുന്നത്. എനിക്കൊരു ഈറ്റിംഗ് വിൻഡോയും ഒരു ഫാസ്റ്റിംഗ് വിൻഡോയും ഉണ്ട്. ആദ്യമായിട്ട് IF എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിന്നർ ടൈമിൽ മാത്രമാണ് കേട്ടോ. ഒരു 6 മണി 7 മണിയിലേക്ക് എടുക്കുക. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് IFലേക്കൊക്കെ കിടക്കാം. അതല്ല IF ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ
നല്ല കാര്യമാണ്, നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുക. ഓവർ സ്ട്രെസ് ചെയ്യാതെ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈറ്റിംഗ് വിൻഡോ 7 മണിക്ക് അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോഴും എനിക്ക് അതിനും ഒരു ഡിസ്ക്ലെയിമർ പറയാനുണ്ട്. ചില ആൾക്കാർക്ക് ഭക്ഷണത്തോടൊപ്പം മരുന്ന് കഴിക്കേണ്ട ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ 9 മണിക്ക് കഴിച്ചിട്ട് കിടക്കേണ്ട മരുന്നുകളുണ്ടാവും. ആ സമയത്ത് നമ്മൾ 7 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് 9 മണി വരെ കഴിക്കാതിരുന്ന് പെട്ടെന്ന് മരുന്ന് കഴിച്ചിട്ട് കിടക്കേണ്ട ആ രീതിയൊന്നും വേണ്ട. നമുക്ക് മരുന്നിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും മെഡിസിൻസോ മറ്റോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഡയറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കരുത്. മരുന്നാണ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്. സോ അത് ആദ്യം ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പിന്നീട് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്തത് കാലറി ഡെഫിസിറ്റ് ഡയറ്റിലേക്ക് പോകുക എന്നുള്ളതാണ്. നമ്മൾ നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും കാലറി കാൽക്കുലേറ്റർ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ശരാശരി മനുഷ്യന് ഹൈറ്റും വെയിറ്റും ഒക്കെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ എത്ര കാലറി ഇൻടേക്കാണ് ഒരു ദിവസം വേണ്ടതെന്ന് നമുക്ക് ആ കാലറി കാൽക്കുലേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ വെയിറ്റും നിങ്ങളുടെ ജെൻഡറും, നിങ്ങൾ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് കൊടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് വേണ്ട ഒരു ഐഡിയൽ കാലറി ഇൻടേക്ക് ഒരു ദിവസത്തേക്കുള്ളത് അതിനകത്ത് കാണിക്കും. അത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നിങ്ങളൊരു നോർമൽ രീതിയിൽ പോകും. അതിന് മുകളിലേക്ക് നിങ്ങൾ കാലറി ഇൻടേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് നിങ്ങൾക്ക് തടി വെക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനേക്കാൾ കുറവ് ഭക്ഷണം അല്ലെങ്കിൽ കാലറി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റാണ്. അതായത് നമുക്ക് വേണ്ട കാലറിയിൽ നിന്നും കുറച്ച് കാലറി കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കാലറി ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. അതായത് ഭക്ഷണം ഒരു നേരം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ അത്രയും കാലറി കുറയുമല്ലോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വരാൻ പാടില്ല. നമുക്ക് വേണ്ടത് 3 നേരവും ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം പല ഇൻ്റർവെല്ലായിട്ട് കഴിക്കുക. അങ്ങനെ കഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. ആ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യുക? കാലറി കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നെറ്റിലൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കാര്യമുള്ളൂ. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചോറ് ഒരുപാട് കാലറി ഉള്ളൊരു ഫുഡാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചിട്ട് അത് മാറ്റി വെച്ചിട്ട് ഞാൻ എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ കീൻവയാണ്. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഡയറ്റ് പ്ലാൻ എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കീൻവയാണ് ഞാൻ ചോറിനെ റീപ്ലേസ് ചെയ്തത്. കീൻവ ചോറിനെ അപേക്ഷിച്ച് കാലറി കുറവാണ്, ഫൈബർ റിച്ച് ആണ്, ഒരുപാട് നേരം നമുക്ക് വിശക്കാതിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും തട്ട് താണ് നിൽക്കുന്നത് കീൻവേൻ്റെയാണ്. അതുകൊണ്ടാണ് ഞാൻ കീൻവ എടുത്തത്. അതുപോലെ തന്നെ കാലറി കുറവുള്ളൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ് മുട്ട. 2 മുട്ടയൊക്കെ പൊരിച്ച് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് ഒന്ന് ശമിക്കാവുന്നതേ ഉള്ളൂ. അവിടെയും പോയി ചോറ് കഴിക്കാനോ അല്ലെങ്കിൽ ബർഗർ കഴിക്കാനോ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് മുട്ട തന്നെ ധാരാളമാണ് അല്ലേ. അപ്പോൾ പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ. കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള കാലറി കുറവുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അത് നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഇനി ലാസ്റ്റ് വൺ, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. 30 ദിവസം നമുക്ക് നമ്മുടെ ബോഡി ഒന്ന് മൂവ് ചെയ്യണം. വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഇതിനകത്ത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന വർക്കൗട്ട്സ്. നിങ്ങൾക്ക് അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക, നടക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. എനിക്ക് ഇതിന് രണ്ടിനും ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഹോം വർക്കൗട്ട്സ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു ഹോം വർക്കൗട്ട് വീഡിയോ ഞാനിവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഇതിന് രണ്ടിനും സാഹചര്യം ഇല്ലാത്തുള്ള ആൾക്കാരാണ്, ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെ പോയാലും ഒരു ദിവസം നമ്മൾ നമ്മുടെ ബോഡി മൂവ് ചെയ്തേ പറ്റുള്ളൂ. ഒരു സിഡൻറ്ററി ലൈഫ് സ്റ്റൈൽ നമുക്ക് വേണ്ട. വീട്ടിൽ തന്നെ ഇങ്ങനെ സോഫയിലോ ബെഡിലോ കിടന്നുകൊണ്ട് നമുക്ക് ആ ഒരു 30 ദിവസം വേണ്ട. 2025 നമുക്ക് അടിപൊളിയാക്കണോടോ. അങ്ങോട്ട് എഴുന്നേറ്റ് ബോഡിയൊക്കെ മൂവ് ചെയ്തേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള നമ്മളെയാണ് നമുക്കിനി വേണ്ടത്. ചടഞ്ഞ് കൂടിയിരിക്കുന്ന പരിപാടി ഇനി ഇല്ല. ഇനി അടുത്തത് സ്കിൻ കെയർ. എനിക്കറിയാം ചിലർക്കൊക്കെ സ്കിൻ കെയറോ വെയിറ്റ് ലോസിൽ എന്തിനാ സ്കിൻ കെയർ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ എന്തായാലും സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. എനിക്ക് ഒരു 3 മാസത്തെ സ്കിൻ കെയർ ഞാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് പൂർണ്ണമായിട്ട് മാറി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ല രീതിയിൽ ഫെയ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മുഖം ഒന്ന് ഒരു ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുക. ഫേസ് വാഷ് എന്ന് പറയുന്നത് എന്തോ ആവാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന എന്തോ ആയിക്കോട്ടെ, ഫേസ് വാഷ് ഇട്ടൊന്ന് വാഷ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു മോയ്സ്ചറൈസർ എങ്കിലും നിങ്ങൾ ഇടണം. സ്കിന്ന് ഡ്രൈ ആവുന്നതനുസരിച്ച് നമ്മുടെ ഫേസിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻ ആയിട്ടും ആക്നെ ആയിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫേസും നമ്മുടെ ബോഡിയും വളരെ നന്നായിട്ട് നമുക്ക് കെയർ ചെയ്യണം. സ്കിൻ കെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
അപ്പോൾ സ്കിൻ കെയറും കൂടി ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നോ ഷുഗർ, നന്നായിട്ട് വെള്ളം കുടിക്കുക, കാലറി ഡെഫിസിറ്റ് ഡയറ്റ് നോക്കുക, ഡിന്നർ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ആൻഡ് ഫൈനലി സ്കിൻ കെയർ. ഈ 6 കാര്യങ്ങൾ നമുക്കൊന്ന് ഉഷാറാക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിവിടെ പ്ലേലിസ്റ്റ് ഇട്ടേക്കാം, അതിൽ പോയിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ.